അപ്പൊ ഞാൻ ട്രെയിലർ ഇപ്പൊ പറഞ്ഞപ്പോ ട്രെയിലറിൽ കണ്ടൊരു സീനാണ്, ട്രെയിലറില്ല സോങ്ങിലായിരുന്നു, കുടിച്ച് അവശനായിട്ട് വീണെടുക്കുന്ന ഒരു പട്ടി വന്നിട്ട് ആ ഒരു സീന്. അതൊക്കെ എനിക്ക് ഒരു ഡെപ്ത്നെസ് ഉണ്ടായിരുന്നു. ആ ഒരു മനുഷ്യൻ പോകുന്ന ഒരു ഫേസ് കാണിക്കാൻ വേണ്ടി കാണിച്ചാണെങ്കിലും റിയൽ ലൈഫിൽ നിങ്ങൾ എങ്ങനെ അഭിനയിച്ചെന്ന് അറിയാൻ എനിക്കൊരിതുണ്ടായിരുന്നു. സിനിമ തുടങ്ങിയപ്പോഴേ ഡയറക്ടർ പറഞ്ഞു. കാരണം നമ്മൾ ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കണ്ടുണ്ട് ഈ കുടിച്ച് ഇറ്റായി കിടക്കുമ്പോൾ പട്ടി വന്ന് നക്കുന്നതൊക്കെ. അപ്പം എൻ്റെ ഡയറക്ടർ പറഞ്ഞ അങ്ങനെ ഒരു സീനുണ്ട്, അങ്ങനെ ചെയ്യാം. കാരണം ഞാൻ എൻ്റെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് എന്താ പറയുക, നമ്മൾ നടക്കും, പട്ടിയെ കൊണ്ടുവരും, പിന്നെ ഒരു ഗ്രീൻ ബോളിൽ നക്കിക്കും, എന്നിട്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും. അങ്ങനെ ഗ്രാഫിക്സ് ആണല്ലോ, പക്ഷെ VFX നല്ല പൈസയാണ്. പക്ഷെ അങ്ങനെ ഒരു ഫേസ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് അങ്ങനെ ആയിരിക്കും. ഞാൻ ഇത്രയും പൈസകളൊക്കെ ചിലവാക്കുമോ എന്ന് കഴിച്ചിരിക്കുകയാണ്. രാവിലെ കൊല്ലത്തൊരു ബോട്ട് ജെട്ടി, അവിടെയാണ് ഷൂട്ട്, നിറയെ ക്രൗഡൊക്കെ നിൽപ്പുണ്ട്. ഞാൻ വന്നപ്പോഴത്തേക്ക് എന്നെക്കാളും വലിയൊരു പട്ടിയെ കൊണ്ടുവന്നു കേട്ടോ. എന്ത് പട്ടി, ഞാൻ പട്ടിയായിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യാറില്ല കേട്ടോ. പൂച്ചേനെ ഇഷ്ടമാണ്, പക്ഷെ പട്ടി എനിക്ക് പേടിയില്ല, ഞാൻ തൊടാറില്ല. പട്ടിയെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഇത് വരും. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ആദ്യം വന്ന് എൻ്റെ ദേഹത്ത് മൂത്രം ഒഴിക്കണമെന്ന്. മൂത്രം ഒഴിക്കണം അങ്ങനെ എന്താ പറയുക, ഈ സാധാരണ പട്ടി അഭിനയിപ്പിക്കാൻ കൊണ്ടുവരുമ്പോൾ തലേന്ന് പട്ടിണിക്കിട്ട് കൊണ്ടുവരും. എന്നിട്ട് ഈ പട്ടിയുടെ തന്നെ മൂത്രം ഒരു കുപ്പി കൊണ്ടുവന്നിട്ട് അതെൻ്റെ കാലിലൊഴിച്ചു. അതെ, അപ്പോൾ ഈ പട്ടി നേരെ വന്നു. അപ്പോൾ ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി ദോശയും ചട്നിയും എന്തോ കഴിച്ചിട്ട് അതാണ് വൊമിറ്റ് ചെയ്യണത്. അത് വൊമിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പട്ടി വന്ന് മൂത്രം ഒഴിച്ചു, നേരെ അടുത്ത് വന്ന് നക്കണില്ല. എന്നെ ഇഷ്ടപ്പെട്ടാണല്ലോ ചിലപ്പോൾ. പട്ടി നക്കാതെ കറങ്ങി തിരിഞ്ഞ് പട്ടി അങ്ങ് പോയി. അപ്പോൾ അയാൾ വന്ന് പറഞ്ഞു സാർ അത് ദോശ ചട്നി അതാണ് നക്കാത്തത് സാർ എന്ന് പറഞ്ഞു. പട്ടിണിക്കിട്ടാണ് കൊണ്ടുവന്നത്, സാധനം കഴിക്കാനാണ്. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, കുറച്ച് ബീഫ് കറി വല്ലതും വെച്ച് തേച്ച് അത് തന്നാൽ വൊമിറ്റ് ചെയ്യാം. സാർ അത് വേണം സാർ, ബീഫ് സാപ്പിട്ടാണ് നോൺ വെജിനാ കടിച്ചിട്ട് പോകുന്നത്. തന്നെ ബീഫാണ് എന്നെ കടിക്കുന്നത് വെച്ചാൽ കടിക്കുമോ സാർ? അത് യാറും എന്തമാതിരി ഉള്ളി അങ്ങ് നിരുത്സാഹപ്പെടുത്തുക, ഇങ്ങനെ ചെയ്യൂല, മുഖത്ത് നിൽക്കുന്ന ഗ്രാഫിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ പട്ടിയുടെ മൂക്ക് നമ്മുടെ മൂക്കിന് അടുത്തെത്തുമ്പോൾ നമ്മൾ പേടിച്ചാൽ അതപ്പോൾ അത് തിരിച്ച് റിയാക്ട് ചെയ്യുന്ന, അത് കടിക്കാൻ വേണ്ടിയില്ല, അത് ടപ്പോനും പിടിക്കും. കാരണം നമ്മൾ ഈ ഇൻസ്റ്റയിൽ കാണുന്നില്ല പല വീട്ടിൽ വളർത്തുന്ന പട്ടിയും അവിടുത്തെ കുട്ടികളെ കടിക്കുന്ന കാര്യമില്ല. അപ്പോൾ മൂക്ക് അടുത്ത് വരുമ്പോൾ നമ്മൾ പേടിക്കരുത്, അതാണ് ടാസ്ക്. നമ്മളെ പേടിക്കരുത്. സാർ പേടിക്കാതെ കിടക്കണം. അപ്പോൾ നമ്മളൊരു പ്രൊഡ്യൂസറുണ്ട് സുനിൽ പണിക്കർ, പുള്ളി അത്യാവശ്യം കഴിക്കുകയൊക്കെ ചെയ്യും. ഒന്ന് റൂബി വിജയേട്ടൻ്റെ മകനാണ് ഒരു പ്രൊഡ്യൂസർ, വിഷ്ണു വിജയൻ. പിന്നെ ഒന്ന് സുനിൽ പണിക്കർ പറഞ്ഞ സിനിമ ഒരു കാര്യം ചെയ്യും, നമുക്കൊന്ന് ഷോട്ട് വേണം, ആനിമേഷൻ ഗ്രാഫിക്സ് ഒന്നും VFX നടക്കത്തില്ല, നല്ല പൈസ ആവും. ഞാൻ ചെറിയ ടിൻബിയർ വാങ്ങിച്ചിട്ടാണ് കഴിച്ചാൽ മതി. ബിയർ അടിച്ചിട്ട് കിടക്കണം. ഞാനങ്ങനെ കഴിക്കാറില്ല, ഫാമിലിയിൽ ആരും കഴിക്കാറില്ല. ഒരു ബിയറൊക്കെ കഴിക്കും, വല്ലപ്പോഴും ബിയർ കഴിക്കും. അപ്പോൾ ഞാൻ അയാളടുത്ത് പറഞ്ഞു അണ്ണാ ഒരു ബിയർ നാപ്പണം വേണ്ട, ആൾക്കോൾ സ്മെല്ല് വന്ന് അപ്പം കടിക്കുമെന്ന്. പറഞ്ഞു ഇയാളെന്നെ പേടിപ്പിക്കാൻ വന്ന. എന്നിട്ട് ഇയാൾ കുറച്ച് കഴിഞ്ഞ് കറങ്ങി തിരിച്ചു തുടങ്ങി. അപ്പോൾ 4 ക്യാമറ ഷൂട്ട് ചെയ്യണം, ഡ്രോണൊക്കെ നിൽക്കുന്നു. അയാൾ പറഞ്ഞു സാർ കൊഞ്ചം പെഡിഗ്രി ഇല്ലേ, അതെ പട്ടിയുടെ ഫുഡ് മറ്റേ കോഴി വേസ്റ്റ് എന്നൊക്കെ ഉണ്ടാക്കുന്നതാണ്, പെഡിഗ്രി കുഴച്ച് വായിക്കാത്ത വെച്ചാൽ അത് വൊമിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ പുള്ളി ഒരു കപ്പിൽ കുറേ പെഡിഗ്രി കയ്യെണ്ണി ഞാവിടി ആ തമിഴൻ കുഴച്ചുകൊണ്ട് എൻ്റെ വായിക്കാതെ ഒഴിച്ചു തന്നു. അപ്പോൾ നിങ്ങൾ നിൽക്കുക, ഫസ്റ്റ് വൊമിറ്റ് ചെയ്യണം, സിംഗിൾ ഷോട്ടാണ് പോകുന്നത്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വീണ്ടും വൊമിറ്റ് ചെയ്യണം, എന്നിട്ട് വീഴണം, വീണിട്ടൊന്ന് വൊമിറ്റ് ചെയ്യണം. അപ്പം ഇത്രയും ഹോൾഡ് ചെയ്യണം, നമ്മൾ ഒറ്റ സിംഗിൾ ഷോട്ടാണ് പോകുന്നത്, കണ്ടിന്യൂറ്റി തെറ്റായിരിക്കും. ഇതിങ്ങനെ കൊണ്ട് വെച്ചിട്ട് ഞാൻ ഫസ്റ്റ് ഇങ്ങനെ വൊമിറ്റ് ചെയ്ത് രണ്ടാമത് ഇങ്ങനെ ആക്കിയപ്പോൾ വയറ്റിൽ പോയില്ല ബാക്കി വെച്ചിരുന്നത്. പക്ഷെ നല്ല മധുരം കേട്ടാ. എനിക്ക് വേണ്ടി പുള്ളി ബിസ്ക്കറ്റ് വല്ലതും ചേർത്തതാണ്. എന്നിട്ട് ഞാൻ അങ്ങ് വീണിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആൾക്കാർ മൊത്തം ഇങ്ങനെ പിൻ ഡ്രോപ്പ് സൈലൻറ്റ്, എന്താണ് സംഭവിക്കുന്നത്? പട്ടി വരുന്നു, നേരെ വന്ന് മൂത്രം ഒഴിക്കുന്നു, നേരെ അടുത്ത് വരുന്നു, വിശന്ന് പട്ടിണി കിടന്ന പട്ടിയെ കൊണ്ടുവരണം അത് കഴിക്കാൻ വേണ്ടി. പട്ടി മൊത്തം നക്കി. പക്ഷേ ഇങ്ങനെ കിടന്നു ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ സിനിമ ഫുൾ ഡൗൺ, പേടിക്കണ്ട, അതൊന്നും ചെയ്യൂല, നമ്മളിങ്ങനെ ആയാൽ അത് കഴിക്കും. അങ്ങനെ കിടന്നോടുത്തു, അത് നക്കി വെളുപ്പിച്ചിട്ട് അത് പോയി. എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്യണം, ഡയറക്ടർ മാത്രമേ ഒന്ന് കാര്യമാണ്. ചിലപ്പോൾ പട്ടി നക്കി കാണുന്നെങ്കിലും ഡയറക്ടർ ജീവിത കഥയാണല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരാളും ഇപ്പൊ ഒരു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, എന്നാലും ഇങ്ങനത്തെ ഒരു ലെവലിൽ ഡെഡിക്കേഷൻ എടുക്കുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായി അത് ആനിമേഷൻ പേടിനപ്പുറം നമുക്കൊരു ഒരു ഡിസ്കസ്റ്റിംഗ് ഫീലിംഗ് എന്തായാലും വരും. അതും അവരുടെ എനിക്ക് മനസ്സിലാവും. ഇപ്പൊ എനിക്ക് വീട്ടിലും പട്ടിയുണ്ട്, ഞാനിങ്ങനെ ആലോചിക്കുന്നു പെഡിഗ്രിയുടെ ടേസ്റ്റ് എന്തായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കുന്നത്. അപ്പൊ ഞാനും ആ ഒരു ഡെഡിക്കേഷൻ ലെവലാണ് ആലോചിക്കുന്നത്.
ഇങ്ങനെ ഇത്രയും ഒരു ലെവലിൽ ഒരാളൊക്കെ പോവാതെ അതല്ല നമ്മൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പോഴേ നമ്മളെ ക്യാരക്ടറിലേക്ക് അങ്ങ് ഇൻവോൾവ് ആകുമ്പോൾ സിനുവിനല്ലല്ലോ ജീവനല്ലേ പട്ടി നിൽക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചിട്ട് എന്നാലും ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറിയാന്ന് കേട്ടപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് അല്ല അതിലാണ് എനിക്ക് ആക്ച്വലി ചെയ്യണമെന്ന് താല്പര്യം തോന്നി പറഞ്ഞപ്പോഴും ഓക്കെ ഒരു ട്രൂ സ്റ്റോറി അല്ലേ ഇതങ്ങനെ പ്രത്യേകിച്ച് പൈങ്കിളി സിനിമ അങ്ങനെ ഒന്നുമല്ല എന്നാൽ ഭയങ്കര ഉപദേശമുള്ളോ അങ്ങനെയുള്ള സാധനങ്ങളോ അല്ല ഇത് പക്ക കൊമേഴ്സ്യലാണ് കൊമേഴ്സ്യൽ മൂവിയാണ് പക്ഷെ വളരെ റിയൽ ലൈഫ് അതും ഒരു വേറെ സ്റ്റൈൽ ലൈഫാണ് അപ്പോൾ അതും ഈ ഡയറക്ടറുടെ തന്നെ സ്വന്തം ജീവിതകഥ അയാൾ തന്നെ എഴുതി അയാൾ തന്നെ ഡയറക്റ്റ് ചെയ്യുന്നതും റെയറാണ് അങ്ങനെ ഭയങ്കര റെയറായിട്ടുള്ള സാധനം